അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സ്ത്രീകൾ ചോദിച്ച ഒരു കാര്യത്തിന് പരിഹാരമാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് എൻ്റെ മകൻ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾ നിസ്കരിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, എൻ്റെ പിതാവ് നിസ്കരിക്കുന്നില്ല, അവർക്കൊന്നും അള്ളാഹുവിനെ പേടിയില്ല, ദീനുമായിട്ട് ഒരു ബന്ധവുമില്ല, നിസ്കരിക്കാതെ നടക്കുകയാണ്. എത്ര തന്നെ പറഞ്ഞാലും അവർ നിസ്കരിക്കില്ല. പറയുന്നതിന് തട്ടുത്തരം പറഞ്ഞ് കളിയാക്കി അവർ നിസ്കരിക്കാതിരിക്കും. അതിനൊക്കെ ഒരു പരിഹാര മാർഗമുണ്ടോ പരിശുദ്ധ ഇസ്ലാമിൽ എന്ന് ചോദിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. അവരുടെ ഏറ്റവും വലിയൊരു പരാതിയാണ് അത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാതെ നടക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. അതായത് നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറായിത്തീരും. പിന്നീട് അവർക്ക് മുഹമ്മദ്, അഹമ്മദ്, അബൂബക്കർ, ഉമർ, റഫീഖ്, റിയാസ് എന്നൊക്കെ മുസ്ലിമിൻ്റെ പേര് ഉണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ അടുക്കലിൽ കാഫിറായിരിക്കും. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം എന്നുള്ളത് ഒരിക്കലും അത് തമാശയായി കാണേണ്ട കാര്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എൻ്റെ കൂടെ നിങ്ങൾക്ക് പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തിട്ട് കാര്യമില്ല, മറ്റ് ദിക്റുകൾ ചൊല്ലിയിട്ട് കാര്യമില്ല, ഒരുപാട് സ്വലാത്തുകൾ എൻ്റെ പേരിൽ ചൊല്ലിയിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ പരിശുദ്ധമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ 5 വക്ത് നിസ്കാരം നിലനിർത്തണം. നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണം. അല്ലാതെ നിസ്കരിക്കാതെ നിങ്ങൾ ഒരു തസ്ബീഹ് മാല എടുത്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടോ, സ്വലാത്തുകൾ ചൊല്ലിയിട്ടോ, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടോ, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടോ ഒന്നും തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം നിസ്കരിക്കാത്തവൻ മുഅ്മിനല്ല. മുഅ്മിനല്ലാത്തവൻ മറ്റുള്ള ദിക്റുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടൊക്കെ അത് അള്ളാഹു സ്വീകരിക്കുമോ? ഇല്ല. കാരണം ഇസ്ലാം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നാം എല്ലാവരും മദ്രസയിൽ നിന്നും പഠിച്ചതാണ് ഇസ്ലാം കാര്യം 5 എന്ന്. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിൽ വിശ്വസിക്കുക, രണ്ടാമത്തേതാണ് 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരം ഇല്ലേ പിന്നെ പരിശുദ്ധ ഇസ്ലാമില്ല. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് നിസ്കരിക്കാതെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ സകാത്ത് കൊടുത്തിട്ടൊന്നും അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 5 വക്ത് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന സമയം റൂഹ് പിടിച്ച് റൂഹ് തൊണ്ടയുടെ വക്കിലെത്തി അവസാനം ചുണ്ടനങ്ങിയ മുത്തുനബിയുടെ ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായിട്ട് പറയുകയാണ്. എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്നും അവസാനമായി വന്ന വാക്ക്? അത് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നല്ല, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ കളവ് നടത്തരുത് എന്നല്ല, നിങ്ങൾ പലിശ ഉപയോഗിക്കരുത് എന്നല്ല, നിങ്ങൾ ഈബത്ത് നമീമത്ത് പറയരുത് എന്നല്ല, നിങ്ങൾ ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ സകാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല. മുത്തുനബി അവസാനമായി പറഞ്ഞത്, സ്വഹാബ നിങ്ങൾ ഒരിക്കലും നിസ്കാരത്തിൻ്റെ കാര്യം മറക്കരുത്, നിസ്കാരം നിങ്ങൾ ജീവിതത്തിൽ മറന്നു പോകരുത്, എല്ലാ 5 വക്തും അതിൻ്റെ സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി സ്വഹാബാക്കളോട് പറഞ്ഞത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണസമയത്ത് അവസാന സമയത്ത് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വലിയ ഗൗരവമാക്കിയെടുക്കേണ്ട കാര്യമാണ്. മഹാനായ സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരെങ്കിലും ഒരാൾ തക്കതായ കാരണങ്ങൾ ഇല്ലാതെ ഒരു വക്ത് പോലും ഖളാ ആക്കിയാൽ അവൻ പരിശുദ്ധ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. നിസ്കാരം ഒഴിവാക്കുകയല്ല, ഖളാ ആക്കിയാൽ അവൻ പരിശുദ്ധ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം.
അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര ആളുകൾ ഉണ്ടാകും ഇവിടെ യഥാർത്ഥ മുഅ്മിനായിട്ടുള്ള ആളുകൾ? അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒരു വക്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കാരണങ്ങളില്ലാതെ ആരെങ്കിലും ഒരാൾ ഖളാ ആക്കിയാൽ അവൻ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറയുകയാണെങ്കിൽ എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, മുഅ്മിനാണെന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനിൻ്റെ പേരും ഇട്ടുകൊണ്ട് നടക്കുന്നവർ. അവരുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിൽ പ്രായമായ ഉമ്മയുണ്ട്, വയസ്സായ ഉമ്മയുണ്ട്, അല്ലെങ്കിൽ വയസ്സായ ഉപ്പയുണ്ട്. അവർക്ക് ഒരു ഭാഗത്തേക്ക് ചെരിയാൻ പോലും പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് കൈകാലുകൾ അനക്കാൻ പോലും പറ്റുന്ന അവസ്ഥയല്ല. അത്തരത്തിൽ രോഗങ്ങൾ ബാധിച്ചിട്ടോ അല്ലെങ്കിൽ പ്രായമായിട്ടോ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? നിസ്കാരം നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ. നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവർ ഇരുന്നു കൊണ്ട് നിസ്കരിക്കണം. ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവർ കിടന്നുകൊണ്ട് നിസ്കരിക്കണം. കിടന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവർ അവരുടെ മനസ്സുകൊണ്ട് നിസ്കരിക്കട്ടെ എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്, നിസ്കാരം എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നിസ്കരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നല്ലതുപോലെ പഠിച്ച ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വിഷമമുണ്ടാകും. അവരുടെ ചോര, അവരുടെ മക്കൾ, അവർക്ക് വേണ്ടപ്പെട്ടവർ നിസ്കരിക്കാതെ നടക്കുമ്പോൾ അവർക്ക് വലിയ പ്രയാസമായിരിക്കും. അത് സഹിക്കാൻ കഴിയാതെ അവരോട് പറഞ്ഞാൽ അവർ അതനുസരിക്കില്ല, അവർ നിസ്കരിക്കില്ല. എന്നാൽ അതിനൊരു പരിഹാരം തേടിയിട്ടാണ് പലരും വീഡിയോയ്ക്ക് താഴെയൊക്കെ കമൻറ്റ് ചെയ്യുന്നത്. ഭർത്താവ് നിസ്കരിക്കുന്നില്ല, ഭാര്യ നിസ്കരിക്കുന്നില്ല, പിതാവ് നിസ്കരിക്കുന്നില്ല, മക്കൾ നിസ്കരിക്കുന്നില്ല, വേണ്ടപ്പെട്ടവർ നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രയാസത്തിൽ പല ആളുകളും കമൻറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും അതിനൊരു പരിഹാരമാർഗം ഉണ്ടോ എന്ന് ചോദിച്ച്. അവർക്ക് വേണ്ടിയുള്ള ഒരു പരിശുദ്ധമായ ഇസ്ലാമിക് പരിഹാരമാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എത്രയോ ആളുകളുണ്ട് നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ശൈത്താൻ്റെ ശല്യത്താൽ, പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് നിസ്കരിക്കാൻ കഴിയാതെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നത് ശൈത്താന് ഒരിക്കലും ഇഷ്ടമില്ല. കാരണം നമ്മെ പിഴപ്പിക്കണം. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് ശൈത്താൻ അറിയാം. അതുകൊണ്ട് ശൈത്താൻ ഒരിക്കലും നമ്മെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പല ആളുകളും നിസ്കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇനി നാളെ മുതൽ നിസ്കരിച്ച് തുടങ്ങാം, നാളെ സുബ്ഹി നിസ്കാരം മുതൽ എല്ലാ വക്തും മരണം വരെ, മരിക്കുന്നത് വരെ കളാതെ നിസ്കരിക്കണം എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് അവർ അന്ന് തലേ ദിവസം കിടന്നുറങ്ങും. എന്നാൽ സുബ്ഹി സമയമാകുമ്പോൾ, സുബ്ഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവർ അലാറമൊക്കെ വെച്ചിട്ടുണ്ടാകും. അലാറം അങ്ങനെ അടിയും. എന്നാൽ ആ സമയത്ത് നല്ല ഒരു തണുപ്പായിരിക്കും, ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും. മാത്രമല്ല ആ സമയത്ത് അവർ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അലാറമൊക്കെ ഓഫാക്കി AC-യോ ഫാനോ ഒക്കെ ഇട്ട് ആ പുതപ്പ് മൂടി അവർ അങ്ങ് കിടന്നുറങ്ങും. ആ സമയത്ത് ശൈത്താൻ അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുക ഇങ്ങനായിരിക്കും: ഇനി ഏതായാലും അടുത്ത വെള്ളിയാഴ്ച ദിവസം നിസ്കരിച്ച് തുടങ്ങാം. അടുത്ത വെള്ളിയാഴ്ച ദിവസം നല്ലൊരു ദിവസമാണല്ലോ, ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണല്ലോ, ആ ദിവസം തന്നെ നിസ്കരിച്ച് തുടങ്ങാം എന്ന് കരുതി അവർ അങ്ങനെ അങ്ങ് ചുരുണ്ടു മൂടി പുതച്ച് കിടന്നുറങ്ങും. ആ ഉറക്കത്തിന് നല്ല സുഖമായിരിക്കും. കാരണം ശൈത്താൻ നമ്മളെ തലോടി ഉറക്കുകയാണ്. അതാണ് സുബ്ഹി സമയത്തുള്ള ആ ഉറക്കത്തിന് ഒരു പ്രത്യേക സുഖം നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇങ്ങനെ കരുതി, എന്നാൽ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴോ ഇതേ അവസ്ഥയായിരിക്കും. ആ സമയത്തും സുബ്ഹി സമയത്ത് ശൈത്താൻ അവനെ ശല്യം ചെയ്യും, അവനെ പിഴപ്പിക്കും, ഇത്തരത്തിലുള്ള ചിന്തകൾ കൊടുക്കും. ആ സമയത്ത് അവനിക്ക് തോന്നുക ഇതായിരിക്കും: ഇനി ഏതായാലും പരിശുദ്ധമായ റമളാൻ മാസം വരികയാണല്ലോ, അത് നല്ലൊരു മാസമാണല്ലോ, ആ മാസം തൊട്ട് നിസ്കരിച്ച് തുടങ്ങാം എന്നായിരിക്കും പിന്നീട് അവൻ്റെ മനസ്സിൽ ഉണ്ടാകുക, മനസ്സിൽ തോന്നുക. ഇത് ശൈത്താൻ തോന്നിപ്പിക്കുകയാണ്. അവനക്ക് നിസ്കരിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്, വലിയ മോഹമുണ്ട്. എന്നാൽ ശൈത്താൻ്റെ പിഴപ്പിക്കലിൽപ്പെട്ട്
അവൻ നിസ്കരിക്കാതെ അങ്ങനെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കും. പരിശുദ്ധമായ റമദാൻ വരെ അവൻ നിസ്കരിക്കാതെ നടക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പരിശുദ്ധമായ റമദാൻ മാസം വന്നു, അന്നു മുതൽ അവൻ നിസ്കരിച്ച് തുടങ്ങുമോ? ഇല്ല. വീണ്ടും അവന് തോന്നിപ്പിക്കുക ഇതായിരിക്കും, ഇനി അടുത്ത വർഷം റമദാൻ മാസം മുതൽ തുടങ്ങാമെന്ന്. അങ്ങനെ മരണം വരെ നിസ്കരിക്കാൻ കഴിയാതെ ശൈത്താൻ്റെ വലയിൽപ്പെട്ട് കാഫിറായി മരിക്കേണ്ട അവസ്ഥയായിരിക്കും പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ടും ശൈത്താൻ്റെ വലയിൽപ്പെട്ട് കെണിയിൽപ്പെട്ട് നിസ്കരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരും, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മാതാവ്, പിതാവ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആരുമായിക്കോട്ടെ, അവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ, അവരോട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിച്ചിട്ടും അവർ അത് അനുസരിക്കാതെ, ആ വാക്കിനൊരു വില കൽപ്പിക്കാതെ അവർ നിസ്കരിക്കാതെ നടക്കുന്നവരാണെങ്കിൽ അവരെ നിങ്ങൾക്ക് നിസ്കരിപ്പിക്കാനും നിങ്ങൾ ഈ കാര്യം ചെയ്താൽ മതി. കാരണം ഈ കാര്യം ചെയ്യുന്നതിലൂടെ ശൈത്താൻ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്താൻ കഴിയില്ല. ശൈത്താൻ്റെ കെണിയിൽ നിങ്ങൾ പെട്ടുപോകില്ല. അത്രക്കും വലിയ മഹത്വമേറിയ ഒരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇബ്രാഹിമിയ സ്വലാത്ത്, അത് ഒരു വട്ടം ചൊല്ലുക. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലി വരുന്ന ഒരു സ്വലാത്താണ് ഇത്. അത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഈ സ്വലാത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലുക. ശേഷം സൂറത്തുൽ ബഖറയിലെ 5-ാമത്തെ ആയത്ത്, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉലൈക അലാ ഹുദം മിൻ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ഒരു ചെറിയ ആയത്ത് നിങ്ങൾ 101 തവണ ഓതുക. ഇത് 101 തവണ ഓതാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. നമുക്ക് എളുപ്പത്തിൽ ഓതി തീർക്കാം. അത്രക്കും ചെറിയ ഒരു ആയത്താണ് ഇത്. ശേഷം നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ എടുത്തു വെച്ച ഒരു ഗ്ലാസ് വെള്ളമുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ മന്ത്രിച്ച് ഊതുക. അവസാനമായി നിങ്ങൾ ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് വീണ്ടും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചൂതുക. ഇത്രയേ ഉള്ളൂ. അതായത് ആദ്യം നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലി ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചു. രണ്ടാമതായി നമ്മൾ ആ ആയത്ത് 101 പ്രാവശ്യം ഓതി വെള്ളത്തിലേക്ക് മന്ത്രിച്ചു. അവസാനമായി നമ്മൾ വീണ്ടും ഒരു സ്വലാത്ത് ചൊല്ലി ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചു. ഈ മന്ത്രിച്ചെടുത്ത വെള്ളമുണ്ടല്ലോ, ഇത് നമ്മൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭർത്താവിനോ ഭാര്യക്കോ പിതാവിനോ ആർക്കുമായിക്കോട്ടെ, ആരാണോ നിസ്കരിക്കാത്തത്, നിസ്കരിക്കാൻ മടിയുള്ളവർ, അവർക്ക് നിങ്ങൾ ഈ വെള്ളം കൊടുക്കണം. അതുപോലെ ഇസ്ലാമുമായി, പരിശുദ്ധ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാതെ നടക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വെള്ളം നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾ അവരോട് പറയേണ്ട, എങ്ങനെയെങ്കിലും അവരുടെ വയറ്റിൽ ഈ വെള്ളം നിങ്ങൾ എത്തിച്ചാൽ മതി. ഇത് നിങ്ങൾ ചുരുങ്ങിയതൊരു 7 ദിവസമെങ്കിലും അവർക്ക് നിങ്ങൾ കൊടുക്കുക. ഈ രീതിയിൽ അല്ലെങ്കിൽ 11 ദിവസം, അല്ലെങ്കിൽ 21 ദിവസം, അല്ലെങ്കിൽ 41 ദിവസം. 41 ദിവസം നിങ്ങൾ കൊടുക്കുമ്പോഴേക്കും അവരിൽ നല്ല മാറ്റമുണ്ടാകും. 7 ദിവസം കൊടുത്താൽ തന്നെ മാറ്റമുണ്ടാകും. എന്നിട്ടും മാറ്റമില്ലാത്തവർ ഇത്തരത്തിൽ ദിവസങ്ങൾ കൂട്ടിക്കൊണ്ടുപോയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് നല്ല മാറ്റമുണ്ടാകും. നിസ്കരിക്കാത്തവർ 5 വക്ത് അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കും. അതുപോലെ അവർക്ക് നല്ല ദീനീ ബോധമുണ്ടാകും. ദീനീ ബോധത്തോടു കൂടിയുള്ള 5 വക്ത് നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നല്ലവരായി ജീവിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ദീനീ ബോധത്തോടുകൂടി 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാനുള്ളൊരു തൗഫീക്ക് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.